മനോജ്, എന്താ ഇങ്ങനെ? ഹരിത പാവ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ പതിയെ മാറിക്കൂടും. ഇല്ലെങ്കിൽ ഞാനും വന്ദനയും കൂടെ ഇടപെട്ട് അതൊക്കെ മാറ്റും. ധൈര്യമായിട്ടിരിക്കേ. ഞാൻ ഹരിതയോട് സംസാരിക്കാം മനോജ്. ഹരിതയുടെ തെറ്റിദ്ധാരണയൊക്കെ മാറും. തന്നെയുമല്ല, ഹരിത നിന്നെ ഇറക്കി വിട്ടതൊന്നും അല്ലല്ലോ. അച്ഛന്റെ പെരുമാറ്റം നിനക്ക് ഇഷ്ടപ്പെടാതെ നീ തന്നെ ഇറങ്ങി വന്നതല്ലേ. ഹരിതയ്ക്ക് നിന്നെ ഒരിക്കലും വെറുക്കാൻ കഴിയില്ല. തന്നെയല്ല, ആത്മാർത്ഥമായിട്ട് ഭാര്യ സ്നേഹിക്കുന്ന ഭർത്താവിനെ തള്ളിക്കളയാൻ ഒരു ഭാര്യയ്ക്കും കഴിയില്ല. തന്നെയല്ല, പെണ്ണിന്റെ മനസ്സിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ മാറും. അല്ലേ വന്ദനെ? ഇത്രയും സ്നേഹമുള്ളൊരു ഭർത്താവിനെ കൈവിട്ട് കളയത്തക്ക രീതിയിലുള്ള മണ്ടിയൊന്നുമല്ല ഹരിത. മനോജ് ഹരിതയോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ ഇരട്ടിയായിട്ട് അവൾ തിരിച്ചു തരും, ഉറപ്പ്. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. വന്ദനമ്മ എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോവല്ലേ. അവര് വന്നിട്ട് എന്നെ വീണ്ടും പിടിച്ചോണ്ട് പോവും വന്ദനമ്മേ. മോളെ, മോളെ ആരും പിടിക്കാൻ വരില്ല. ഭദ്രമ്മയില്ലേ നിനക്ക്? മോള് വിഷമിക്കണ്ട. ഇനി അവർ ഈ പരിസരത്ത് കാലുകുത്തില്ല. ഇനി അവർ വന്നാലേ മോള് ജഗനങ്ങനെ വിളിച്ചാ മതി. അങ്കിളിന്റെ കൂടെ ദിയമ്മോളും വരുന്നു. എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോവല്ലേ അങ്കിളെ. ദിയമ്മോൾക്ക് പേടിയാവും. വന്ദനെ, ദിയ മോളെ കൂടി കൂട്ടിക്കോ. മാധവേട്ട, എന്തുപറ്റി? ദേമോളുടെ കാര്യം ആലോചിക്കുകയാണോ? ഏയ് അല്ല. പിന്നെ ചന്ദ്രു, ഇപ്പോ ഇൻഷുറൻസിന്റെ കുറച്ച് പൈസ കിട്ടുമല്ലോ, അതിന്റെ കൂടെ ഒരു ലോണും കൂടെ എടുത്താലോ എന്ന് ആലോചിക്കാൻ. ഒരു പ്രാവശ്യം ലോൺ എടുത്തതിന്റെ പുകലുകളൊക്കെ മാധവേട്ട മറന്നോ? ഞാൻ നിനക്ക് പണ്ടൊരു വാക്ക് തന്നിരുന്നില്ലേ, ഒരു 3 നില കെട്ടിടം. 3 നില കെട്ടിടം ഇനി നടന്നില്ലെങ്കിലും കേറിക്കിടക്കാൻ സ്വന്തമായിട്ടൊരു വീടെങ്കിലും പണിയണ്ട ചന്ദ്രു. മാധവേട്ട, അതൊക്കെ ഞാൻ എന്നേ മറന്നു. മറവി ചിലപ്പോഴൊക്കെ ഒരു അനുഗ്രഹമാണ്, പ്രത്യേകിച്ച് പറഞ്ഞ വാക്ക് പാലിക്കാൻ ശേഷിയില്ലാത്ത ഭർത്താവുള്ളപ്പോ. മാധവേട്ട, അങ്ങനെയൊന്നും പറയരുത്. ഈ കുടുംബത്തിന് വേണ്ടി മാധവേട്ടൻ കഷ്ടപ്പെട്ടത്
ഇനിയൊരു ലോണോ? എന്ത് ഈട് വെച്ചിട്ട്? ഉള്ള പ്രമാണം മനോജ് കൊണ്ടുപോയി പണയം വെച്ചിരിക്കല്ലേ? ഞാൻ പുതിയ മാനേജറോട് ലോണിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. മറ്റാരുടെങ്കിലും പ്രോപ്പർട്ടി വെച്ച് ലോൺ തരാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ പ്രോപ്പർട്ടിയാണോ അവർ ഉദ്ദേശിക്കുന്നത്? എങ്കിൽ നടന്നത് തന്നെ. അതിന് വേറെ ആരാ നമുക്ക് ലോൺ എടുക്കാൻ പ്രോപ്പർട്ടി തരുന്നത്? ആ, അതിനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട്. ആദ്യം മാനേജർ ഒരു മറുപടി പറയട്ടെ. ആ വഴി മറ്റൊന്നുമല്ല. അച്ഛൻ മനസ്സിൽ കാണുന്നത് എന്റെ സ്ഥലമാ. ഇന്ന് തന്നെ പ്രമാണം അലമാരയിൽ നിന്നെടുത്ത് മാറ്റണം. നാളെ ബാങ്ക് ലോക്കറിൽ കൊണ്ടുവയ്ക്കണം. എന്റെ സ്വത്ത് സ്വപ്നം കണ്ടിട്ട് ആരും പരിപ്പ് വേവിക്കണ്ട.